ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും സർവ്വജീവജാലങ്ങളിലും നിലകൊള്ളുന്ന ആ ഈശ്വരാംശത്തെ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ലോകത്തിൽ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും കൈവരുത്തണേ എന്ന ജഗദീശ്വരനായിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രണാമം, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും നമ്മുടെ കുടുംബത്തിലും വീടുകളിലും കുടുംബങ്ങളിലും സമൂഹത്തിലും കണ്ടുവരുന്നു. അസുഖങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ ആശുപത്രിയുമായി ബന്ധപ്പെടുന്നു, അല്ലെങ്കിൽ പ്രസവവുമായി ബന്ധപ്പെട്ട് ആശുപത്രികളുമായി നമ്മളും ബന്ധപ്പെടുന്നു. ആശുപത്രിയിൽ സന്ദർശനം നടത്തുകയും രോഗിയുടെ വിവരങ്ങളോ അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന മാതാവിൻ്റെയും കുട്ടിയുടെയും വിവരങ്ങൾ അറിയുവാനും എല്ലാവരും ആശുപത്രിയിലേക്ക് പോകുവാനായിക്കൊണ്ട് തിടുക്കം കൂട്ടുന്നു, വെമ്പൽ കൊള്ളുന്നു. നിങ്ങൾ ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ, ഒരാശുപത്രിയിലേക്ക് അവിടെ നമ്മുടെ ബന്ധപ്പെട്ട ആരെങ്കിലും സുഖമില്ലാതെ കിടക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ മൂലം ആശുപത്രിയിൽ കിടക്കുകയോ അല്ലെങ്കിൽ പ്രസവ സംബന്ധമായിട്ടുള്ള ശുശ്രൂഷയുടെ ഭാഗമായി ആശുപത്രിയിൽ കിടക്കുകയോ ചെയ്യുമ്പോൾ നമ്മളുടെ സമ്പർക്കം അവർക്കെത്രമാത്രം അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും നമ്മളുടെ ഇടപെടലുകൾ കൊണ്ട് 3 ദിവസം കിടക്കേണ്ടതായിട്ടുള്ളൊരു രോഗി അവർക്ക് 6 ദിവസമായി തീരുന്നൊരു ഘട്ടം നമ്മളുടെ സമ്പർക്കം മൂലം ഉണ്ടാകുന്നുണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? പ്രസവ ശുശ്രൂഷയോടുകൂടി ആശുപത്രിയിൽ കിടക്കുന്നവരെ കാണാൻ പോകുമ്പോൾ ആ കുട്ടിക്കും മാതാവിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും എപ്രകാരമാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചിന്തിക്കാറുണ്ടോ? നമ്മൾ പല ഭാഗങ്ങളിൽ നിന്നും പലതരത്തിലുള്ള വസ്ത്രങ്ങളും പലതായിട്ട് നിലകൊള്ളുന്ന പൊടിപടലങ്ങളും മറ്റും നിലകൊള്ളുന്ന സാഹചര്യങ്ങളുടെ വാഹനങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഓരോരോ കുടുംബങ്ങളും ചെല്ലുന്നവർ സന്ദർശകരായി നമ്മൾ ചെല്ലുന്നതും ആശുപത്രികളിൽ എത്തുന്നതും. ആ ചെല്ലുന്ന നമ്മളെ കൊണ്ട് എത്രത്തോളം ബുദ്ധിമുട്ടുകളാണ്, പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് ആരും അറിയാതെ നമ്മളിൽ ഒരുവനായി കിടക്കുന്ന ആ രോഗി അനുഭവിക്കുന്നത്. അങ്ങനെ പലരുടെയും കുടുംബങ്ങളിൽപ്പെട്ടൊരു വ്യക്തി രോഗിയായി കിടക്കുമ്പോൾ, പ്രസവിച്ച് കിടക്കുമ്പോൾ നമ്മളുടെ അറിയുവാനായിക്കൊണ്ടുള്ള ആഗ്രഹത്തോടു കൂടി അവിടെ ചെല്ലുമ്പോൾ ആയതിലുപരിയായി അവരനുഭവിക്കേണ്ടതായിട്ടുള്ള ദോഷം വളരെ വലുതാണെന്ന് എത്ര പേരറിഞ്ഞിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്? നമ്മളുടെ ഓരോരുത്തരുടെയും സഞ്ചാരപാതയിൽ ഉണ്ടാകുന്നതായിട്ടുള്ള അണുക്കളും വായുമാർഗേണ പറ്റിപ്പിടിച്ചിട്ടുള്ള ദേഹത്തിലും മറ്റും പറ്റിപ്പിടിച്ചിട്ടുള്ളതായിട്ടുള്ള അണുക്കളും പാദങ്ങളിൽ കയറിയിട്ടുള്ള അണുക്കളും എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് കിടക്കുന്ന രോഗികൾക്കോ പ്രസവിച്ചു കിടക്കുന്ന കുഞ്ഞിനും മാതാവിനും ഏതെല്ലാം തരത്തിലുള്ള ദോഷങ്ങളായതുകൊണ്ട് സംഭവിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് കാറ്റിലൂടെയും ശ്വസന പ്രക്രിയയിലൂടെയും
അല്ലാതെയും നമ്മളുടെ ഇടപെടലുകൾ മൂലം ഈ അണുക്കളെല്ലാം ആയത് അങ്ങോട്ടും ഇല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് നമ്മളിലേക്കും പകരുന്നില്ലേ? നമ്മൾ ഇങ്ങോട്ട് പകരുന്നതിൻ്റെ കാരണക്കാർ നമ്മൾ തന്നെ ആയതുകൊണ്ട് ആയ വിഷയം മാറ്റിവെക്കുക. പക്ഷേ ഈ ആശുപത്രിയിൽ നിന്നും ഏതെങ്കിലും തരത്തിലൊന്ന് കഴിച്ചിലായി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന അവിടെ കിടക്കുന്ന ആ രോഗി നമ്മുടെ സമ്പർക്കം കൊണ്ട് വീണ്ടും 2-3 ദിനം അവിടെ തന്നെ കിടക്കുവാനായിക്കൊണ്ട് അവർ നിർബന്ധിതരാകുന്നു. കാരണം അവർക്ക് ഒരല്പമെങ്കിലും സുഖം കിട്ടിയാൽ മാത്രമേ അവിടെ നിന്നും ആശുപത്രി അധികൃതർ ഡോക്ടർമാരോ അവരെ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞയക്കുകയുള്ളൂ. നമ്മളുടെ ഇത് ഒരാളല്ല 2 ആളല്ല പോകുന്നത്. അറിഞ്ഞവർ ആശുപത്രിയിലേക്ക് ഓടുകയായി. എന്തിന്? കൂടുതൽ പേർക്കും ഞങ്ങൾ ആശുപത്രിയിൽ പോയി, ഞങ്ങൾ വിവരം അറിയാൻ വേണ്ടി പോയി. അപ്പോൾ ഇത് കേൾക്കുന്ന മറ്റു കുടുംബത്തിലുള്ളവരും അവരെല്ലാം പോയി വിവരമറിഞ്ഞു, ഞങ്ങൾ പോകാതിരുന്നാൽ അത് മോശമാണ് എന്ന് കരുതി അപ്രകാരം കേൾക്കുന്നവരുമെല്ലാം ആശുപത്രിയിലേക്കായി ഒഴുകുവാനായിക്കൊണ്ട് വെമ്പൽ കൊള്ളുന്നു. ഇതൊരു കുടുംബത്തിലല്ല, എത്ര പേര് ഓരോരോ ആശുപത്രിയിലും കിടക്കുന്നുണ്ട്. അവരുടെ എല്ലാം കുടുംബങ്ങളിൽ ഇപ്രകാരമുള്ള വിഷയങ്ങളാണ് നിലകൊള്ളുന്നത്. പറയുന്നു, ഇത്രയും പ്രശ്നങ്ങൾ ആശുപത്രിയിലേക്ക് നിരന്തരം സമ്പർക്കം നടത്തുന്നത് നിർത്തലാക്കണം. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി. കിടക്കുന്ന രോഗികൾക്ക് ആശ്വാസമുണ്ടാവാനായിക്കൊണ്ട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. ആശുപത്രിയിൽ എൻ്റെ വീട്ടിലുള്ള അംഗമാണെങ്കിൽ, മകനാണെങ്കിൽ, മകളാണെങ്കിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള സഹായത്തിനായിക്കൊണ്ട് 1-2 പേര് മാത്രമേ അവിടെ നിൽക്കേണ്ടതായിട്ടുള്ളൂ. കഴിച്ചുള്ളവർ പുറമേ നിന്നുള്ള സഹായങ്ങളും സഹകരണങ്ങളും കൊണ്ട് അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സഹായഹസ്തങ്ങൾ നൽകിക്കൊണ്ട് പുറമേ നിന്ന് അവർക്ക് താങ്ങും തണലുമായി, അവർക്ക് ഉപദ്രവം കൂടാതെ, അവർക്കൊരു വിഷമം കൂടാതെ കണ്ട് അവരുടെ വിവരങ്ങൾ അവിടെ നിൽക്കുന്നവരായിക്കൊണ്ട് ഇന്നത്തെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചോദിച്ചറിഞ്ഞുകൊണ്ട് ആയവ മനസ്സിലാക്കിക്കൊണ്ട് പോകാതെ ഇരിക്കണം. ഓരോരോ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് വേണ്ടി, കിടക്കുന്നവർക്ക് വേണ്ടി, കിടക്കാത്തവർക്ക് വേണ്ടി, ഇരിക്കുന്നവർക്ക് വേണ്ടി, നിലനിൽക്കുന്നവർക്ക് വേണ്ടി, അവരുടെ സുഖത്തിനും സമാധാനത്തിനു വേണ്ടി സഹകരിക്കണം. ഒരുപാട് വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഓരോരോ ആശുപത്രികളിലും ചെല്ലുന്ന സമ്പർക്കക്കാരുടെ, ആശുപത്രിയിൽ രോഗികളെ കാണുവാനായി കൊണ്ട് ചെല്ലുന്നവരുടെ, അവർ ആശുപത്രിയിൽ ചെലുത്തുന്നതായിട്ടുള്ള പൊടിപടലങ്ങളും മറ്റും അവിടെ പോയി നിൽക്കുന്നവർക്ക് കാണാനായിക്കൊണ്ട് സാധിക്കും. മഴക്കാലമായാൽ പിന്നെ പറയുക വേണ്ട, വേനൽക്കാലമായാലും പറയുക വേണ്ട, പൊടിപടലങ്ങളും മറ്റും. കുറച്ചൊരു ശാശ്വതം ആയി കാണുന്നൊരു സന്ദർഭം, മഴ പോയി കൂടുതൽ ചൂടാകുന്നതിന് മുമ്പ് പൊടിപടലങ്ങൾ പാറാത്തൊരു സമയമുണ്ട്, ചളിയാകാത്തൊരു സമയത്തുമുണ്ട്. എന്നാലും കാണാത്തതായിട്ടുള്ള ഒരുപാട് അണുക്കളും അണുബാധയും എവിടെയും കാണുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് ഇപ്രകാരം സന്ദർശനത്തിന് ഒരുമ്പെടുന്നവർ ആയവ നിർത്തിക്കൊണ്ട് സഹകരിക്കുക അവരവർക്ക് വേണ്ടി. ആശുപത്രികളും അങ്ങനെയുള്ള ചികിത്സാ കേന്ദ്രങ്ങളും മാതൃകാപരമായിട്ടുള്ള സ്വസ്ഥമായും ശാന്തമായിട്ടുമുള്ള ചികിത്സ നടത്തുവാനായിക്കൊണ്ടുള്ള ശുദ്ധവായു ശ്വസിക്കുന്നതായിട്ടുള്ളൊരവസ്ഥയിലേക്ക് വരട്ടെ.
അങ്ങനെ ആയിത്തീരണം. ഒരുപാട് നൂറുകണക്കിന് ആളുകൾ ആശുപത്രിയിൽ വരാന്തകളിലും അവിടെയും ഇവിടെയും ഒരാവശ്യമില്ലാതെ പോയി നിൽക്കുന്നത് കണ്ടനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒഴിവാക്കിക്കൂടെ ഇത്രയും കാര്യങ്ങളോടുള്ള ആ അമിതമാം വണ്ണമുള്ള ആ ഒരു പെരുമാറ്റം ഒഴിവാക്കിക്കൂടെ? പോകുന്ന പക്ഷം അവർക്ക് വേണ്ടി നമ്മൾ വഴിയോരങ്ങളിൽ നിന്നും വാങ്ങുന്ന പഴവർഗ്ഗങ്ങളും മറ്റും എത്രത്തോളം അവർക്ക് ഗുണം ചെയ്യുന്നു, ദോഷം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരുപാട് പൊടിപടലങ്ങൾ പാറിയിരിക്കുന്ന ഓറഞ്ചോ അല്ലെങ്കിൽ ആപ്പിളോ അങ്ങനെയുള്ളവ ഒരുപാട് പൊടിപടലങ്ങൾ പാറി അത് പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആശുപത്രികളിൽ പ്ലാസ്റ്റിക് ഉപയോഗം നിരോധിച്ചിരിക്കുന്നു. എന്നാലും അത് കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകരുത് എന്ന് പറയുന്ന സെക്യൂരിറ്റിക്കാരോട് തർക്കത്തിലൂടെ വാക്കുകളും വഴക്കും ആകുന്ന സന്ദർഭങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അഥവാ ആശുപത്രിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഒരു രോഗി കിടക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണത്തിനോട് പ്രിയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോട് പ്രിയമുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി വീട്ടിൽ വെച്ച് തയ്യാറാക്കിക്കൊണ്ട് പഴവർഗ്ഗങ്ങളാണെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി നല്ലോണം കഴുകി ശുദ്ധിയാക്കി വൃത്തിയാക്കി ആയതിൻ്റെ മേലെയുള്ള വിഷാംശങ്ങളെല്ലാം അകറ്റി അത് പരിപൂർണമായി ശുദ്ധമായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റീൽ പാത്രങ്ങളിലോ അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്നതായിട്ടുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളിലോ ഡബ്ബകളിലോ വെച്ചുകൊണ്ട് ആശുപത്രിയിൽ അവർക്ക് കൂട്ടിരിക്കുന്നവർക്കായി കൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അത് നിങ്ങൾ ഫാമിലി അടക്കം പോകുവാൻ പാടില്ല എന്ന് പറയുന്നു. അത് അവിടെ എത്തിച്ചു കൊടുക്കുവാനായിക്കൊണ്ട് മാത്രം ഒരാൾ പോകുകയും അത് എത്തിച്ചു കൊടുക്കുകയും വേണ്ടതാകുന്നു എന്ന് പറയുന്നു. അപ്രകാരമുള്ള ഒരു മാതൃകാപരമായി നമ്മുടെ നാട്ടിലുള്ളവരെല്ലാവരും മാറണം, അങ്ങനെ വളരണം എന്ന് പറയുന്നു. ഞാൻ വീണ്ടും പറയുന്നു, രോഗികൾക്ക് വേണ്ടത് നമ്മുടെ സമ്പർക്കമല്ല, നമ്മുടെ സഹായമാണ്, നമ്മുടെ പ്രാർത്ഥനയാണ്. അവരുടെ ആ ദുരിതത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും അവരുടെ വേദനകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കണമെന്നുള്ള മനസ്സൊരുക്കിയിട്ടുള്ള പ്രാർത്ഥന നമ്മുടെ രോഗിക്ക് വേണ്ടി മാത്രമായിരിക്കരുത്. ആ ആശുപത്രിയിൽ കിടക്കുന്ന മുഴുവൻ രോഗികൾക്ക് വേണ്ടിയും അക്കം വഴിഞ്ഞ് പ്രാർത്ഥിക്കണം അവരുടെ രക്ഷയ്ക്കായി. എല്ലാവരുടെയും അസുഖം വേഗം ഭേദമാകണമെന്നും അവർക്ക് എഴുന്നേറ്റ് നടക്കുവാനും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ അവരായിട്ട് നിർവഹിക്കുവാനും അവർ പ്രായമല്ലാത്തവരാണെങ്കിൽ തൊഴിൽ ചെയ്തിരുന്നവരാണെങ്കിൽ വീണ്ടും ആ തൊഴിൽ ചെയ്യുവാനായിക്കൊണ്ട് അവരെ പ്രാപ്തയാക്കണമെന്നും ആയതിനു വേണ്ടി പ്രാർത്ഥിക്കണം. മാത്രവുമല്ല അവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള പണവും അവരെ ശുശ്രൂഷിക്കുന്നവർ അവർക്ക് വേണ്ടി ഭക്ഷണം കഴിക്കുവാനായിക്കൊണ്ടുള്ള പണവും അറിയുന്നതിൻ്റെ ഭാഗമായി അവർക്ക് വേണ്ട സമയത്ത് എത്തിച്ചു കൊടുക്കണം എന്നും പറയുന്നു. ഇല്ലാത്തവരാണെങ്കിൽ ബന്ധത്തിൻ്റെ ദൂരമോ അടുപ്പോ നോക്കാതെ കണ്ട് സാമ്പത്തികപരമായി ഉള്ളവർ അടുത്ത ബന്ധുവാണോ അകന്ന ബന്ധുവാണോ എന്നാലോചിക്കാതെ കണ്ട് സഹായിക്കണം. സാമ്പത്തികപരമായി
എന്നൊരപേക്ഷയോടെ പറയുന്നു. പലരും ചികിത്സിക്കാനായിക്കൊണ്ട് വേണ്ടത്ര രീതിയിലുള്ള പണം കയ്യിലില്ലാത്തത് കൊണ്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരായിക്കൊണ്ട് ഒരുപാട് ആളുകളുണ്ടെന്നറിയണം. അവരിത് തൻ്റെ അടുത്തതോ അകന്നതോ എന്നുള്ള ചിന്തയില്ലാതെ കണ്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതാണെങ്കിൽ അച്ഛൻ്റെ കുടുംബമായോ അമ്മയുടെ കുടുംബമായോ സഹോദരിയുടെ കുടുംബമായോ സഹോദരൻ്റെ കുടുംബമായോ നിലകൊള്ളുന്നുണ്ടെങ്കിൽ, സഹായിക്കാനായിക്കൊണ്ട് സാമ്പത്തികം ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്കായിക്കൊണ്ടൊരു സഹായഹസ്തം, ഒരു കൈത്താങ്ങായി ഏവരും മാറണം. ഇന്ന് കിടക്കുന്ന ആ രോഗി നാളെ നിങ്ങളായിക്കൂടുന്നില്ലല്ലോ. ആ കിടക്കുന്ന രോഗി നാളെ നിങ്ങളായി രോഗിയായി കിടക്കുമ്പോൾ, ആ രോഗി ആരോഗ്യവാനായി നിലകൊള്ളുമ്പോൾ, അയാൾ നിങ്ങൾക്കൊരു സഹായഹസ്തവുമായി വരികയാണെങ്കിൽ, നിങ്ങൾ ചികിത്സയ്ക്ക് പണമില്ലാതെ കണ്ട് വിഷമിക്കുന്ന സന്ദർഭങ്ങളിൽ ഇന്ന് കിടക്കുന്ന രോഗി നാളെ ആരോഗ്യവാനായിക്കൊണ്ട് അദ്ദേഹത്തിന് സാമ്പത്തികപരമായി നിങ്ങളെ സഹായിക്കാനായെങ്കിൽ, പക്ഷേ നമ്മളതൊന്നും കാണേണ്ടതായിട്ടില്ല. നമ്മളിന്ന് സഹായിക്കുന്നവർ നാളെ നമ്മളെ സഹായിക്കുവാനോ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവരല്ല. അവർ ഇന്നത്തെ സഹായം അവർക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അതിന് മാത്രമേ അവരവകാശികളാകുന്നുള്ളൂ. നമ്മളെന്തെങ്കിലും സഹായങ്ങൾ ചെയ്താൽ നാളെ അവർ നമ്മളെ സഹായിക്കണം എന്ന് ഒരു നിയമം ഇല്ല. ധാർമ്മികപരമായി അവർക്ക് കഴിയുമെങ്കിൽ സഹായിക്കട്ടെ, ഇല്ലെങ്കിൽ അവരോട് യാതൊരു തരത്തിലുള്ള വൈരാഗ്യമോ വെറുപ്പോ വിദ്വേഷമോ വയ്ക്കാതെ കണ്ട് അവരോട് സ്നേഹത്തോടു കൂടിയിട്ടുള്ള പെരുമാറ്റങ്ങളും പ്രകാരമുള്ള രീതിയുമേ അവലംബിക്കാവൂ എന്ന് പറയുന്നു. പ്രതിഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യണം, ദാനധർമാദികൾ ചെയ്യണം എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മളിന്ന് സഹായിക്കുന്നവരെ നാളെ എനിക്ക് സഹായം കിട്ടണം എന്നൊരിക്കൽ പോലും നിങ്ങൾ ചിന്തിക്കരുത്, ആലോചിക്കരുത്. തെറ്റാണ്. ഇന്ന് നിങ്ങൾ സഹായിക്കുന്നവരല്ല നാളെ നിങ്ങളെ സഹായിക്കുവാനെത്തുക ആയതറിയണം ഏവരും. എല്ലാ ആശുപത്രികളിലും ലോകത്തിലുള്ള ഭാരതത്തിൽ എന്നല്ല ലോകത്തിലുള്ള എല്ലാ ആശുപത്രികളിലും വീടുകളിലും കിടക്കുന്ന രോഗികൾക്കായിക്കൊണ്ട് അവരുടെ രോഗവും ദുരിതവും ദോഷവും അവരിൽ നിന്നും വിട്ടകന്നു പോകുവാനായിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വജീവജാലങ്ങളുടെയും സർവ്വ കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അസുഖങ്ങളും രോഗങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ദാഹവും വിശപ്പും തീർത്ത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വജീവജാലങ്ങളും സമാധാനികളും സന്തോഷികളും പൂർണ്ണ ആരോഗ്യവതികളും ഉന്മേഷവതികളും സന്തോഷവതികളും ഈശ്വരവിശ്വാസികളും ക്ഷമയുള്ളവരും ആരോഗ്യമുള്ളവരും ആയുസ്സുള്ളവരുമാക്കി തീർത്ത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം. ജഗദീശ്വരി രക്ഷിക്കണം, അനുഗ്രഹിക്കണം. ജഗദീശ്വരി, ഞാൻ ജഗദീശ്വരി എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങളും പറയണമെന്നുള്ള അങ്കലാപ്പിൽ വേണ്ട. നിങ്ങൾ ഏത് ഉപാസനയാണോ സ്വീകരിച്ചിട്ടുള്ളത്, നിങ്ങൾ ഏത് രൂപത്തിലാണ് ആയ പരമമായിട്ടുള്ള പ്രപഞ്ചശക്തിയെ നിങ്ങൾ വിളിക്കുന്നത്, ആയവ വിളിച്ചുകൊണ്ടായിരിക്കട്ടെ പ്രാർത്ഥന. ജാതി മത വർണ്ണ വർഗ ഭേദമില്ലാതെ കണ്ട് എല്ലാവരും ഇത്രയും കാര്യങ്ങളും കർമ്മങ്ങളും അറിഞ്ഞ് അപ്രകാരമുള്ള സഹകരണ മനോഭാവത്തോടു കൂടി
മുന്നോട്ട് പോകണം. എല്ലാ വീടുകളിലും എല്ലാ വീടുകളുടെ അകത്തും പുറത്തും പരിപൂർണമായിട്ടും വളരെയധികം ശുചിത്വം പാലിച്ചുകൊണ്ട് ഏവരും മുന്നോട്ട് പോകണം. വീടുകളിലും പരിസരങ്ങളിലും വീടിൻ്റെ അകത്തും പുറത്തും പരിപൂർണമായിട്ടും ശുചിത്വം പാലിക്കുവാനായിക്കൊണ്ടും നമ്മൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോഴും കഴിക്കുമ്പോഴും എല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടും ശുചിത്വത്തോട് കൂടിയിട്ടും വളരെയധികം വൃത്തിയോടും വെടിപ്പോടു കൂടിയും നമ്മൾ ഭക്ഷണം കഴിക്കുവാനും ഉണ്ടാക്കുവാനായിക്കൊണ്ടും ശ്രദ്ധിക്കണമെന്നും പറയുന്നു. എല്ലാ കാര്യങ്ങളും സൂക്ഷ്മതയോടു കൂടിയും എല്ലാ സമയങ്ങളിലും നമ്മൾ ആയതിനോടൊത്ത് നിലകൊള്ളണം. എല്ലാ ദിനവും പ്രകാരമുള്ള ചിന്തയോടുകൂടി ശ്രദ്ധയോടുകൂടി ശുദ്ധിയോടുകൂടി കാര്യങ്ങളെ അവലംബിക്കണമെന്നും പറയുന്നു. നമ്മളിൽ നിന്ന് ഒരുപാട് അലർജിയെയും ചെറിയ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന രോഗങ്ങളെയും നമ്മളിൽ നിന്നും അകറ്റി നിർത്തുന്നു. അവിടെ സമാധാനം ഉണ്ടാകുന്നു, സ്വസ്ഥത ഉണ്ടാകുന്നു. അഭംഗിയോട് കൂടിയിട്ടുള്ള വീട്ടിലെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന കസേരകളും അതുപോലെയുള്ള സോഫ സീറ്റുകളും അലങ്കോലമാക്കി ഇടാതെ കണ്ട് നേരാംവണ്ണം കാണുന്ന വ്യക്തിക്കും മനസ്സിന് സംതൃപ്തി തോന്നുന്ന രീതിയിൽ എപ്പോഴും നേരെയാക്കിക്കൊണ്ട് ഒരച്ചടക്കവും ഒരു ബഹുമാനവും തൻ്റെ ഗൃഹത്തിനായിക്കൊണ്ട് വെച്ചു പുലർത്തണം ഏവരും എന്നും പറയുന്നു. മുൻഭാഗത്തും പിൻഭാഗത്തും എവിടെയും അലങ്കോലമായിട്ടുള്ള വസ്തുക്കളോ മറ്റു ചവറുകളോ ചപ്പുകളോ കൂട്ടിയിടാതെ കണ്ട് പുറമേ വയ്ക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളോ സാധനങ്ങളോ ഉണ്ടെങ്കിൽ അത് അടുക്കും ചിട്ടയോടും കൂടി വൃത്തിയോടുകൂടി വെച്ചുകൊണ്ട് കാണുമ്പോൾ തന്നെ അതിനൊരു ഭംഗി ഉള്ള രീതിയിൽ ആക്കി സൂക്ഷിക്കണമെന്നും പറയുന്നു. അത് നമുക്ക് ഒരുപാട് സമാധാനം നൽകുന്നു എന്ന് പറയുന്നു. ഇതെല്ലാ വീടുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന ക്വാർട്ടേഴ്സ് ആയാലും നമ്മുടെ സ്വന്തം വീടുകളായാലും റൂമുകളായാലും എല്ലായിടത്തും ഇത് പാലിക്കപ്പെടണം എന്ന് പറയുന്നു. വസ്ത്രങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കി അടക്കി ഒതുക്കി വെക്കണമെന്നും അലങ്കോലമാക്കി അവിടെയും ഇവിടെയും ഇടരുതെന്ന് പറയുന്നു. പ്രത്യേകിച്ച് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന തോർത്തുകളും കർച്ചീഫുകളും ടർക്കികളും അത് ഉപയോഗം കഴിഞ്ഞാൽ വീണ്ടും വെള്ളത്തിൽ കഴുകിയെടുത്തുകൊണ്ട് നല്ലോണം വെള്ളം വാർത്തതിന് ശേഷം നിവർത്തി അത് വെള്ളം ഉണങ്ങുവാനായിക്കൊണ്ട് ആ തുണി ഉണങ്ങുവാനായിക്കൊണ്ട് നിവർത്തി ഇടണമെന്നും പറയുന്നു. നമ്മളൊരു ഉപയോഗം കഴിഞ്ഞ് നനച്ചിട്ട എവിടെയെങ്കിലും അരുവിലോ മുക്കിലോ ഏതെങ്കിലും ഭാഗത്തോ ചുരുട്ടി കൂട്ടിയിട്ടതിൽ നിന്നും നമുക്ക് വീണ്ടും അത് പിന്നീട് കുറേ സമയങ്ങൾക്ക് ശേഷം എടുക്കുമ്പോൾ അതിൽ നമുക്ക് ദോഷം പറ്റുന്നതായിട്ടുള്ള ബാക്ടീരിയകളോ അണുക്കളോ പിടിപെടുന്നതായിട്ട് പറയപ്പെടുന്നു. അത് നമുക്ക് അലർജിയും ജലദോഷത്തിനും കാരണമായിത്തീരുന്നു. പല വീടുകളിലും വിദ്യാർത്ഥികളായിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവ കുളി കഴിഞ്ഞാൽ ഉടനെ ആ കുളിക്ക് ഉപയോഗിക്കുന്ന തോർത്തുവാനായിക്കൊണ്ട് ഉപയോഗിക്കുന്ന തോർത്തുകളോ കർച്ചീഫുകളോ ടർക്കികളോ നനഞ്ഞ പാട് അവിടെ ഇട്ടേച്ച് പോകുന്നു. അത് വീട്ടുകാർ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ വൈകുന്നേരം അവർ വരുന്ന പക്ഷം വീണ്ടും അതെടുത്ത് കുളിക്കുകയും അതുപയോഗിക്കുമ്പോൾ ആ കുട്ടികളിൽ അലർജിയും ജലദോഷവും ആ ജലദോഷത്തിനോടനുബന്ധമായി തലവേദനയും പഠിപ്പിന് താല്പര്യമില്ലാതെ ആവുകയും ക്ഷീണവും അവരെ തളർത്തുകയും ആകുന്നു എന്ന് പറയുന്നു. എല്ലാ വീടുകളിലുള്ളവരും ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മതയോടുകൂടി പരിശോധിച്ച് ശ്രദ്ധിക്കണം. വേണ്ട രീതിയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി അവരവരുടെ നല്ല ഭാവിക്ക് വേണ്ടി ശ്രദ്ധ പുലർത്തണം എന്ന് പറയുന്നു. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. എല്ലാ മക്കൾക്കും നല്ല തരത്തിലുള്ള വിദ്യ അഭ്യസിക്കുവാനായിക്കൊണ്ടുള്ള ബുദ്ധിയും വിവേകജ്ഞാനവും
അറിവ് നൽകി ജഗദീശ്വരി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവർക്കും പ്രണാമം, നമസ്കാരം.